ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിൽ സർക്കാരിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. വിയർത്ത് പണിയെടുത്തവരെ, തെരുവിൽ പോരാടിയവരെയും സർക്കാർ അവഗണിക്കുകയാണ്. മറ്റു പാർട്ടികളിലെ മിടുക്കരെ തേടുന്ന ഇടപാട് ഇരിക്കുന്നയിടത്തെ അപമാനിക്കലാണെന്നും വിമർശനം. ശ്രദ്ധക്കുറവ് തുടർച്ചയായി ഉണ്ടായാൽ തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾക്ക് ആയുധമാകുമെന്നും ജിൻഡോ പറയുന്നു. അല്ല, ഞാൻ പ്രത്യേക ഒരു കാര്യം എടുത്ത് ഞാൻ പറയുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ വലിയ തിരക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു 10 വർഷത്തിന് ശേഷം വരുന്ന ഒരു അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിൽ ഒരു വലിയ തിരക്കും ബഹളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനിടയ്ക്ക് അശ്രദ്ധയിൽ സംഭവിച്ചു പോയതായിരിക്കും. പക്ഷെ വരുന്ന മിസ്റ്റേക്സ് അത് തിരിച്ചറിയുമ്പോൾ, അല്ലെങ്കിൽ പൊതുസമൂഹം അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ കൃത്യമായി തിരുത്താൻ കാണിക്കുന്ന ഒരു ആർജവം, അതിനെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്, അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ തന്നെ ഇത്തരം മിസ്റ്റേക്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമനങ്ങൾ നടത്തുന്ന സമയത്ത് തന്നെ കൂടുതൽ ജാഗ്രതയോടെ പരിശോധിക്കപ്പെടണമെന്നുള്ളതാണ്. വാർത്തയുടെ വിവരങ്ങളുമായി സൈഫുനിസ അലിയാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സൈഫുനിസ, ഒരുപക്ഷെ നിയമനം സംബന്ധിച്ചുള്ള വലിയ തരത്തിലുള്ള തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. പലതിലും യു ടേൺ എടുക്കേണ്ടി വന്നിരിക്കുന്നു സർക്കാരിന്. നിയമനവുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അധികാരത്തിലേറിയപ്പോൾ അതേ നാണയത്തിൽ തിരിച്ചടികൾ കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനം. ജിൻഡോ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും പണിയെടുത്തവർ പുറത്താകുന്നു എന്നുള്ളതും ബന്ധുനിയമനം ഉൾപ്പെടെ ആശ്രിതരെ നിയമിക്കുന്നു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. എന്താണ് ജിൻഡോ ഇപ്പോൾ പറയുന്ന വിമർശനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം? തീർച്ചയായും ഗവൺമെന്റ് അഭിഭാഷകരുടെ, സർക്കാർ അഭിഭാഷകരുടെ നിയമനമാണ് ഇപ്പോൾ വലിയ തോതിൽ വിവാദമായിരിക്കുന്നത്. നേരത്തെ തന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദമാവുകയും പിന്നീട് അത് രാജിയിലേക്ക് പോകേണ്ടിയൊക്കെ വന്നിരുന്നു. ആ രീതിയിൽ സമാനമായ രീതിയിലാണ് ഇപ്പോൾ മറ്റ് പ്ലീഡർമാരുടെ നിയമനത്തിലും പാർട്ടി രാജി ചോദിച്ചു വാങ്ങുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയൊക്കെ ചെയ്തത്. അതിലാണ് ഇപ്പോൾ വിമർശനമായി ജിൻഡോ ജോൺ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ വക്താവ്, ഒപ്പം തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ജിൻഡോ ജോൺ. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആദ്യം തന്നെ വിമർശനം സർക്കാരിനെതിരെ തന്നെ ഉന്നയിക്കുന്ന പാർട്ടി പ്രവർത്തകൻ തന്നെയാണ് ജിൻഡോ ജോൺ. മറ്റു പാർട്ടികളിൽ നിന്ന് മിടുക്കരെ തേടുന്ന ഇടപാടുകൾ ഇരിക്കുന്ന ഇടങ്ങളെ അപമാനിക്കലാണെന്ന ഒരു രൂക്ഷമായ വിമർശനമാണ് ജിൻഡോ ജോൺ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ അഭിഭാഷകരുടെ നിയമനത്തിൽ അർഹരായ ഒരുപാട് പേർ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്നപ്പോൾ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളുകളുണ്ട്. നിരവധി പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ നിന്ന ആളുകളുണ്ട്. അത്തരം ഒരുപാട് പേരുണ്ട്. പരിഗണിക്കപ്പെടാവുന്ന ലിസ്റ്റിൽ അവരെയൊക്കെ പരിഗണിക്കാമായിരുന്നു. പക്ഷെ അവരൊന്നും പരിഗണിച്ചില്ല. ശ്രദ്ധക്കുറവ് തുടർച്ചയായി ഉണ്ടായാൽ തർക്കം പാർത്തിരിക്കുന്ന ശത്രുക്കൾക്ക് അത് ആയുധമാകുമെന്നും തോറ്റപ്പോഴൊന്നും വേറെ ഇടം തേടി പോകാത്തവരെ മറക്കല്ലേ എന്നുമാണ് ജിൻഡോ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത്. സർക്കാർ പല കാര്യങ്ങളിലും പരാജയമായതുകൊണ്ടല്ല മുൻ സർക്കാരിനെ ജനം തഴഞ്ഞത്. സാധാരണ ജനങ്ങളുടെ സാമാന്യ ബോധം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തനം മാറിയത് കൊണ്ടാണ്. ആ രീതിയിലേക്ക് നമ്മൾ പോകരുത് എന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. തെറ്റുതിരുത്തുന്നത് മാതൃകാപരമാണ്. അതുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ച് അന്തംകമ്മി നിലവാരത്തിലേക്ക് പോകാതെ നിഷ്കളങ്ക പ്രവർത്തകർക്ക് നിൽക്കാൻ സാധിച്ചുവെന്നും കൂട്ടുത്തരവാദിത്വം എന്നൊന്നുണ്ട്. വീണു പോകരുത്. ആർപ്പ് വിളിച്ചവർ കല്ലെറിയാതെയും ചേർത്ത് പിടിച്ചവർ ആട്ടി ഓടിക്കാതെയും ഭരിക്കാനാകണം. ചെറിയ മാറ്റം പോലും മനുഷ്യർക്ക് മനസ്സിലാകുമെന്നുമാണ് ജിൻഡോ ജോൺ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിൽ പറയുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ അഭിഭാഷക സംഘടനകളടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നു. ലീഗിന്റെ അഭിഭാഷക സംഘടന, ലോയേഴ്സ് ഫോറം ഒക്കെ വിമർശനം ഉന്നയിക്കുന്നു. ഇപ്പോഴത്തെ പ്ലീഡർ നിയമനങ്ങളിലൊക്കെ ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജിൻഡോ ജോണിന്റെ വിമർശനം കൂടി ഉയർന്നു വരുന്നത്. ശരി, സൈഫുനിസയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയരുന്നു എന്നതാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ ജിൻഡോ ജോണാണ് വിമർശനം ഉന്നയിക്കുന്നത്.